മിണ്ടാതിരിക്കൽ ഞങ്ങളുടെ നയമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രശാന്ത് സാർ ഇറാൻ ഇപ്പോ കഴിഞ്ഞിരിക്കുന്ന ഇസ്ലാമിക് അറബ് ഉച്ചകോടിയിൽ സംസാരിച്ചു തുടങ്ങിയത്. അതിൽ ഇറാനാണ് ഏറ്റവും ശക്തമായി ഇസ്ലാമിക് നാറ്റോ അല്ലെങ്കിൽ അറബ് നാറ്റോ എന്ന് പറഞ്ഞുള്ള ഒരു സംഭവത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ ഇസ്രയേലിനെ ബഹിഷ്കരിക്കാൻ വേണ്ടി അറബ് നാറ്റോ വേണം എന്നാണ് ഇറാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാ GCC അറബ് രാഷ്ട്രങ്ങളും ചേർന്ന് അറബ് നാറ്റോയ്ക്ക് രൂപം കൊടുക്കുകയാണെങ്കിൽ ഇസ്രയേലിന്റെ ഭാവി എന്താകാനാണ് സാധ്യത? ഇവരെല്ലാം ഇസ്രയേലിനെ ബഹിഷ്കരിച്ചാൽ അറബ് നാറ്റോ ലോകത്ത് വന്നാൽ ഇസ്രയേലിന് എന്ത് സംഭവിക്കും? ഇപ്പൊ ഇതിനെപ്പറ്റി ഒരു ആലോചന ഇപ്പൊ എല്ലാ ലോകം മൊത്തം ചർച്ചയാ, അല്ലെങ്കിൽ രാജ്യത്തല്ല ലോകത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഈ അറബ് നാറ്റ്. GCC കൂട്ടായ്മ നേരത്തെ ഉണ്ട്, പല കാര്യങ്ങളും ആലോചിക്കുന്നതിന് വേണ്ടിയായിരുന്നു. പക്ഷെ അതൊക്കെ ഒരുമാതിരി ചത്തതുപോലെ ആയി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഖത്തറിനകത്ത് കയറി അടിച്ചു കഴിഞ്ഞപ്പോ ഖത്തർ ദോഹയില് ഇത് വിളിച്ചു കൂട്ടി. അതിനകത്താണ് ഈ സംസാരമൊക്കെ ഉണ്ടായത്. എന്തും സംസാരിക്കാവും, മനസ്സിലായി. സംസാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിന്റെ പ്രായോഗിക വശത്തെ പറ്റി നോക്കുമ്പോൾ ഈ നാറ്റോയെ ഇതിനെയും കൂടെ ഒന്ന് തൊല്ലം ചെയ്ത് നോക്കിയാൽ തന്നെ ഇനി എത്രത്തോളം സാധ്യത ഉണ്ടെന്നും അതല്ലെങ്കിൽ എത്രത്തോളം വർക്കൗട്ട് ആവുമെന്നും ഒക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതിനകത്ത് നിർബന്ധം പിടിക്കുന്ന രാജ്യങ്ങൾ ആരൊക്കെയാണെന്ന് അറിയാമല്ലോ. ഒന്ന് തുർക്കി, ഒന്ന് ഈ പാകിസ്ഥാൻ, പിന്നെ ഇപ്പൊ അടി കിട്ടിയ ഖത്തർ ഉണ്ടെന്നാ തോന്നുന്നു. അപ്പൊ അവർക്കാണ് നിർബന്ധം. ഈ പാകിസ്ഥാനും തുർക്കിക്കും നിർബന്ധം, മനസ്സിലായില്ലേ? അതിപ്പം ഉടനെ തന്നെ അറബ് നാറ്റോ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അടുത്ത ദിവസങ്ങളിൽ കേൾക്കാം ഈ തുർക്കിയുടെ നിർബന്ധത്തിന്റെ ഗുണവും. പാകിസ്ഥാന്റെ ശാലം കൂടെ സമയം കിട്ടുമായിരിക്കും എന്ന് എനിക്ക് അതും അറിയത്തില്ല. ഇടയ്ക്കൂടെ കയറി ചാമ്പ്യച്ച് പോകുമെന്ന് അറിയത്തില്ല. ഇതിനകത്ത് ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങൾ, ഇപ്പൊ അറബ് നാറ്റോ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കിട്ടാത്തൊരു ഇതുണ്ടല്ലോ, സൈനിക രണ്ടാം ലോകമയുദ്ധത്തിന് ശേഷമാണ് തോന്നുന്നു അത്തരത്തിലൊരു സൈനിക ശക്തി അല്ലെങ്കിൽ ഈ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായി. അപ്പൊ ഇതിനകത്ത് നമ്മൾ പരിശോധിക്കും, നാറ്റോയെ നമ്മൾ പരിശോധിക്കുമ്പോൾ നാറ്റോയ്ക്കകത്ത് ഒരു ലീഡറുണ്ട്. അതാരാണെന്ന് വെച്ചാൽ അമേരിക്കയാണ്. ഈ അമേരിക്ക അതുപോലെ തന്നെ ഇവരുടെ ഈ പറയുന്നത് പോലെ ഇതിന്റെ ഒരു ഫണ്ട് ഏതാണ്ട് 32 ബില്യൺ പ്രതിരോധ ബഡ്ജറ്റ്, ഈ പറയുന്ന രാജ്യങ്ങളുടെ എല്ലാം കൂടെ പ്രതിരോധ ബഡ്ജറ്റിന്റെ 25%. ഈ രാജ്യത്തിന്റെ എല്ലാം കൂടെ പ്രതിരോധ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 9.62 ബില്യൺ വരും ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം. അതിന്റെ 25% ഈ നാറ്റോ രാജ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നുണ്ട്. അതിനകത്ത് ഈ പറയുന്ന അപ്പം അത് നാറ്റോയുടെ കാര്യം. അറബ് നാറ്റോ വന്നാൽ അതിന് ലീഡർ ഇല്ല, ആരെയും അതിപ്പോ അത് തീരുമാനം എടുക്കണം. ഈ അമേരിക്ക പോലെ ഒരു ലീഡർഷിപ്പ്, അമേരിക്കയുടെ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ അവർ ആയുധങ്ങൾ കൊടുക്കും, ഈ പറയുന്ന ടെക്നോളജി കൊടുക്കും, ഇതിനുള്ള പരിശീലനങ്ങൾ കൊടുക്കും, എല്ലാ പിന്നെ ഫണ്ടിന്റെ കാര്യത്തിനകത്തിൽ ഫണ്ടും ഈ പറയുന്ന രാജ്യങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക. നാറ്റോയ്ക്കകത്ത് നിൽക്കുന്ന ഈ രാജ്യങ്ങൾക്കെല്ലാം സൈനികരും ഒന്നും അല്ലെങ്കിൽ 800 സൈനികരും 2000 സൈനികരും ഉള്ള രാജ്യങ്ങൾ വരെ ഇതിനകത്തുണ്ട്. അപ്പൊ അവരെല്ലാം ഇതിന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് അപകടം പറ്റിയാൽ ഇവരെല്ലാം കൂടെ വരുന്ന രീതിയിലേക്കുണ്ട്. പിന്നെ ഇതിനകത്ത് നാറ്റോയുടെ പട്ടാളവും ഒരുപക്ഷെ ഈ പറയുന്ന ഇപ്പം ഇതിനകത്ത് വരാൻ സാധ്യതയുള്ളതിന്റെ അറബ് നാറ്റോയുടെ പട്ടാളം എന്ന് നോക്കുമ്പോൾ പട്ടാളത്തിന്റെ അകത്ത് എനിക്ക് തോന്നുന്നു നാറ്റോയുടെ പട്ടാളം എന്ന് പറഞ്ഞാൽ 3.4 ബില്യൺ സൈന്യം വരും. മറ്റേതിനകത്താണ്ട് 6.58 ബില്യൺ സൈന്യം വരും. അപ്പം സൈന്യത്തിന്റെ കാര്യത്തിൽ കൂടുതലായിട്ടുണ്ട്. ഒന്നായിട്ട് ഈജിപ്റ്റ്, ഇറാന്, സൗദി, പാക്, ഈ തുർക്കിക്കകത്തൊക്കെ ഈ പട്ടാളക്കാരുടെ എണ്ണമൊക്കെ വളരെ കൂടുതലായിട്ടുണ്ട്. എന്നാലും ഇതിനകത്ത് ഈ ആയുധങ്ങൾ ഇപ്പൊ പറയുന്ന നാറ്റോയ്ക്കകത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ തുലനം ചെയ്യുമ്പോൾ ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഫ്രാൻസ് അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളും, പിന്നെ അമേരിക്കയാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ നമ്പർ 1 ആയുധങ്ങൾ വിൽക്കുന്നതും അല്ലെങ്കിൽ ആ സംവിധാനങ്ങൾ അവരുടെ. ഇവിടെ ഇതിനകത്ത് തുർക്കി കുറെ ഡ്രോണും അല്ലെങ്കിൽ UAE എനിക്ക് അങ്ങനെ രാജ്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നില്ല. കൃത്യമായിട്ട് ആയുധങ്ങൾ നിർമ്മിക്കാനോ അല്ലെങ്കിൽ ആയുധങ്ങൾ ഉള്ള രാജ്യങ്ങളോ ഒന്നുമില്ല കയറ്റുമതി അല്ലെങ്കിൽ ഇവർക്ക് വിതരണം ചെയ്യാൻ. അതും ആരാ വിതരണം ചെയ്യണ്ടേ? അമേരിക്ക വിതരണം ചെയ്യും. ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, അമേരിക്ക ഇതുവല്ലോ അനുവദിക്കും. ഇവരിതെല്ലാം കഴിഞ്ഞിട്ട് ആരോടാ എന്ന് പറയുന്നപ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നുള്ള രാജ്യം അല്ലെങ്കിൽ സഹായിക്കേണ്ട രാജ്യമായിട്ടുള്ള അമേരിക്ക അല്ലെങ്കിൽ ഈ ഇസ്രായേലുമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബന്ധം അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ബന്ധം അല്ലെങ്കിൽ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ലോകക്രമം, ആ ലോകക്രമത്തിനകത്ത് നിന്നുകൊണ്ടല്ലേ മറ്റു രാജ്യങ്ങളെല്ലാം അവരുടെ കീഴിലാക്കുന്നു, അടിമയാക്കുന്നു, ഇപ്പോഴും അവരുടെ കീഴിൽ വെച്ചിരിക്കുന്നതുമായിട്ട് അതിന് വ്യത്യാസം വരുത്തുന്ന ഒരു പ്രഷർ പോയിന്റ് ആയിട്ട് ഇത്തരത്തിൽ ഒരു അറബ് നാറ്റോ ഉരുത്തിരിഞ്ഞു വരുന്നതിന് വേണ്ടി സാധിക്കും. മാത്രവുമല്ല ഈ അറബ് നാറ്റോയ്ക്കകത്തിരിക്കുന്ന പല രാജ്യങ്ങളും ഇപ്പൊ ഈ പറയുന്നത് പോലെ ഇസ്രായേലുമായിട്ട് വലിയ ബന്ധമുള്ള രാജ്യങ്ങൾ, നല്ല നയതന്ത്രമുള്ള മുസ്ലിം രാജ്യങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ ഇസ്രായേലുമായിട്ട് അവർ ഇതിനകത്ത് കൂട്ടി വയ്ക്കുന്നതിന് വേണ്ടി സാധ്യതയുണ്ട്. അതുപോലെ ഇതങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വേറൊരു വലിയ അപകടം കൂടെ വരാൻ പോവാ. RIC വരത്തില്ലേ?
RIC ഇടയ്ക്ക് ഒരു പ്രഷർ ഗ്രൂപ്പ്, നാറ്റോ വരുവോ, അറബ് നാറ്റോ വരുവോ എന്ന് വിചാരിച്ചു RIC വരത്തില്ലേ. RIC വരുമ്പോഴത്തേന് ഈ മൂന്ന് രാജ്യങ്ങളും ആണവ രാജ്യങ്ങളാ. മറ്റേനകത്ത് ഈ അറബ് നാറ്റോ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരാണവ രാജ്യമേ ഉള്ളൂ. ഇനി മറ്റേനകത്ത് നോക്കുമെങ്കിൽ ഫ്രാൻസ്, ബ്രിട്ടന്, മറ്റേ ജർമ്മനിയാന്ന് തോന്നുന്നു, ജർമ്മനിയാന്ന്, ആ മൂന്ന് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളുടെ നാറ്റോയ്ക്കകത്ത്, അറബ് രാജ്യങ്ങളല്ല, ആണവ ശക്തികളാ. RIC വന്ന 3 ആണവ ശക്തിയാ, നാറ്റോയ്ക്കകത്ത് 3 ആണവ ശക്തിയുണ്ട്. ഈ പറയുന്ന പോലെ അറബ് നാറ്റോ വന്നാൽ അതിനകത്ത് പാകിസ്ഥാൻ വരുവാണെങ്കിൽ ഒറ്റ ആണവ രാജ്യമേ ഉള്ളൂ. അതിന്റെ കാര്യം പറയണോ? ഇപ്പൊ പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത് എന്തുമായിരിക്കും എന്നറിയോ? ഒരു അറബ് നാറ്റോ ഒക്കെ വന്നിട്ട് ഞങ്ങൾക്ക് ഇന്ത്യയോട് കയറി ഒന്ന് ചൊറിയണം, ചൊറിയുമ്പോ നമ്മുടെ കൂടെ എല്ലാവരും നിൽക്കുമല്ലോ, അതായിരിക്കും അവന്റെ ഉദ്ദേശം. അപ്പൊ അതേ രീതിയിലെ കാര്യങ്ങൾ വരും. അപ്പൊ ഇതിനകത്തൊരു പ്രായോഗികത ഇല്ല. നാളെ കാലത്ത് ഇത് ഒന്നിച്ചു കൂടാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനം, അതിന് നിയന്ത്രണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രാജ്യം, അല്ലെങ്കിൽ അവരുടെ ആയുധങ്ങൾ ഈ പറയുന്നത് പോലെ ഇവർ ആശ്രയിക്കേണ്ടി വരുന്ന രാജ്യം പാകിസ്ഥാൻ ആകുന്നു. അപ്പൊ എല്ലാ രീതിയിലും നോക്കും. അത് മാത്രമല്ല, ഇതിനകത്തുള്ള പല അറേബ്യൻ രാജ്യങ്ങളും ഇപ്പം ആശ്രയിക്കുന്നത് ആരെയാണ്? ഈ പറയുന്ന ഇസ്രായേലിനെയാണ്. അപ്പം ഈ എല്ലാ രീതിയിലും ഇത് ഉണ്ടാക്കുന്നതൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റും. പണ്ട് മുതലേ ഈജിപ്റ്റ്, അന്ന് അറിയാമല്ലോ, 1948 തോന്നുന്നു ഈ ഈജിപ്റ്റും 7 അറബ് രാജ്യങ്ങൾ കൂടി അന്നത്തെ ഒന്നുമല്ലാത്ത രാജ്യം പോലും ഉണ്ടായി വന്നില്ല. ആലോചിച്ച സമയത്ത് ഈ പറയുന്ന ഇവരെ അടിച്ചതാ. അവരന്ന് തിരിച്ചടിച്ചു. ഈജിപ്തിനകത്ത് നമ്മുടെ ഇന്ന് ഈ സിന്ദൂരിൽ അടിച്ച പോലെ അടിച്ച് എല്ലാം ഇരിപ്പുണ്ട്. വിമാനം പൊങ്ങാൻ വിമാനത്താവളം ഇല്ല. വിമാനത്താവളം മൊത്തം അങ്ങ് അവരന്ന് അടിച്ചു തീർത്തു. കാരണം ഇത് എവിടുന്നാ പൊക്കുന്നത്? ഇവിടെ അണുവായുധം എവിടുന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അണുവായുധം അതിലെ വ്യോമത്താവളം വേണ്ടേ? അതേ രീതിയിലുള്ള സംവിധാനമാണ് ചെയ്ത്, അതേ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്ത്. അപ്പൊ ഇതുപോലെ അന്ന് വെച്ചിട്ട് അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു അതിൽ ഈ ദോഹയും ജോർദാനും ഒക്കെ, ഗാസയും ജോർദാനും ഒക്കെ അന്ന് പിടിച്ചതാ. വടക്കൻ ജോർദാനും ഒക്കെ അന്ന് പിടിച്ചതാ. അപ്പൊ അതിനുശേഷം 67 യുദ്ധം ചെയ്തു അന്ന് വരും. അപ്പൊ ഇവർക്കൊന്നും കാര്യമില്ല, ഇവരെ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, ഈ കൂട്ടായ്മ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം, ഞാൻ ലീഡർഷിപ്പ്, അല്ലെങ്കിൽ ഈ അതിനകത്തെ ഫണ്ട്, അതിനകത്ത് ട്രെയിനിങ്, അതിനകത്ത് ഈ പറയുന്നത് കൊണ്ടുനടക്കുന്നതിനുള്ള സംവിധാനം ഒന്നും ആരെ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയും അത്തരത്തിൽ കരുത്തുള്ള രാജ്യം ഇതിനകത്തില്ല. മാത്രമല്ല, ഇത് വന്നു കഴിഞ്ഞാൽ RIC വരും. RIC വന്നു കഴിഞ്ഞാൽ അതൊരു 3 രാജ്യങ്ങൾ കൂടി മാത്രം നിന്നാൽ, പിന്നെ ബ്രസീലുണ്ട്, ഉത്തര കൊറിയ ഇതിനകത്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മറ്റ് പല ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്. ഇങ്ങനെ വരുമ്പോഴത്തേന് ഇവര് 3 പേരും കൂടെ മാത്രം നിന്നാൽ പട്ടാളത്തിന്റെ അല്ലെങ്കിൽ സംവിധാനത്തിന്റെ അപ്പം ഇവരെ ആശ്രയിക്കാതെ, ഇപ്പം ഒന്നുകിൽ നമ്മളെ അടിക്കണമെങ്കിൽ അമേരിക്കയെ ആശ്രയിക്കണം, അല്ലെങ്കിൽ അമേരിക്ക അടിക്കണമെങ്കിൽ ഈ പറയുന്ന RIC ആശ്രയിക്കണം. ഇങ്ങനെ പരസ്പരം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങൾ പോകും. അപ്പൊ ഇതൊക്കെ നടക്കുന്ന വശമല്ല, ആലോചിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആലോചിച്ച് അങ്ങോട്ട് തീരുമ്പോ തന്നെ തുർക്കിയെ അടിക്കും, പാകിസ്ഥാനെ ഈ പറയുന്ന ഇസ്രായേൽ അടിക്കും. ഇസ്രായേൽ ഇതിന്റെ ആലോചനയ്ക്കകത്ത് പക്ഷി പറഞ്ഞാല് ഇവൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് ഈ പറയുന്ന മൊസാദ് കയറി ഇരുന്ന് ആലോചന കേട്ടിട്ട് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെ പറ്റി നമുക്ക് ആലോചിക്കേണ്ടി വരും. അത്രയ്ക്ക് വലിയ രഹസ്യാന്വേഷണ സംവിധാനവും ഇവരെന്താണ് ആലോചിക്കുന്നത്, എന്താണ് തീരുമാനിക്കുന്നത്, ഇവരുടെ ഉദ്ദേശങ്ങൾ എന്താണ് എന്നുള്ളതിനെ പറ്റി വളരെ കൃത്യമായിട്ട് അറിയുന്നതിനും അതിനെതിരെ ഇപ്പോഴേ ആലോചിക്കുന്നതിന് മുമ്പേ തന്നെ അത് പൊളിക്കുന്നതിനും വേണ്ടിയുള്ള കരുത്തും, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയുമുള്ള രാജ്യം തന്നെയാണ് ഇസ്രായേൽ. മാത്രമല്ല, അമേരിക്കയുടെ മേൽക്കോയ്മ ഒന്നാമത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ത്യയോട് കളിച്ചിട്ട്, അല്ലെങ്കിൽ ഈ അമേരിക്കയുടെ പഴയ പോലെ സാമ്പത്തിക സെറ്റപ്പ് ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥ, മറ്റെല്ലാ രീതിയിലും അമേരിക്ക അംഗീകരിക്കാതെ പോകുന്ന ഒരു ലോകക്രമം. ഏതവസരത്തിൽ ഒരു അവസരം കിട്ടിയാൽ ഈ പറയുന്ന പോലെ അറേബ്യൻ രാജ്യങ്ങൾ, GCC രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ അമേരിക്ക അംഗീകരിക്കത്തില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് അവിടെ പല ഘട്ടങ്ങളിലും പല രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അറേബ്യൻ രാജ്യങ്ങളെ അടുപ്പിക്കുന്നതിനും അത്തരത്തിലൊരു സിസ്റ്റത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നതിനും ദീർഘകാലമായിട്ട് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നതിന് ഒരർത്ഥത്തിലും അമേരിക്ക അനുവദിക്കത്തില്ല, അല്ലെങ്കിൽ ഇസ്രായേൽ അനുവദിക്കത്തില്ല. അതിനൊരു സാധ്യതയും കാണുന്നില്ല. ഇങ്ങനെ സംസാരിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ സംസാരിച്ച് പോകാം എന്നുള്ളതല്ലാതെ ഇത്തരത്തിലുള്ള ഒരു ആലോചന വളരെ കാലം മുമ്പേ ഉണ്ടായിട്ടുള്ളതാണ്. ഈജിപ്റ്റ് സംസാരിച്ചിട്ടുള്ളതാണ്, തുർക്കി പലവട്ടം സംസാരിച്ചിട്ടുള്ളതാണ്, പലർക്കും താല്പര്യമുള്ളതാണ്. ഇറാന് ഈ പറയുന്ന കാര്യത്തോട് എന്നും പറയുന്നുണ്ട് നമ്മൾ ഒന്നിച്ചു നിൽക്കണം. പക്ഷെ ഇറാൻ ഒന്നിച്ചു നിൽക്കണമെന്ന് പറയുമ്പോഴും ഇവരുടെ എല്ലാം ഖലീഫയാവാൻ ഇറാൻ അന്നും ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ അവസരത്തിൽ ഒന്നിച്ചു നിന്നാൽ തന്നെ ആ ഒരു രീതിയിലേക്കുള്ള, ആ ഒരു മേൽക്കോയ്മയിലേക്കുള്ള, ആ ഒരു സ്വഭാവത്തിലുള്ള ഒരു കാര്യവുമായിട്ട് ഇറാൻ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ഇത് പരസ്പരം യോജിച്ചു പോകുന്ന ഒരവസ്ഥയില്ല. ഈ പറയുന്ന പോലെ ഇപ്പം ഇസ്രായേൽ ഈ പറയുന്ന കയറി അടിച്ചത് കൊണ്ടാണ് ഇവർക്ക് ബുദ്ധിമുട്ടാകുന്നത്. ഇവരെ ഇസ്രായേൽ അടിക്കാതെ അമേരിക്ക തൊടാതെ മാറിയിരിക്കുന്ന ഒരവസ്ഥ വന്നാൽ ഈ സിന്നി ഷുവ എന്ന് പറയുന്ന 2 വിഭാഗങ്ങൾ തമ്മിൽ മുസ്ലിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കും. അല്ലെങ്കിൽ ഹൂത്തി കയറി സൗദി അറേബ്യ അടിക്കും, അല്ലെങ്കിൽ ഹിസ്ബുള്ള കയറി അടിക്കും, അല്ലെങ്കിൽ ഹമാസ് കയറി ചൊറിയും. അവർ തന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് തന്നെ വിഷയമുണ്ടാകും.
ഒന്നിച്ചു പോകാൻ ഉള്ള ഒരു സാധ്യതയും, ആ സാധ്യത ഉണ്ടായാൽ തന്നെ അത് അങ്ങനെ അനുവദിച്ചു കൊടുക്കുന്ന ഒരു രീതിയൊന്നും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവത്തില്ല. എന്തായാലും അറബ് നാറ്റോ എന്നുള്ള ഒരു ആശയത്തിന് GCC രാജ്യങ്ങൾ കൂടുതൽ ശക്തമായ പിന്തുണ നൽകുന്നു. അത്തരം ഒരു ആശയത്തിന് അവർ ആഹ്വാനം ചെയ്യുന്നു. പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ ഇത് ആദ്യമായല്ല ഇവർ ഇത്തരത്തിലൊരു ആശയത്തിന് ആഹ്വാനം ചെയ്യുന്നത്. നേരത്തെ ഈജിപ്ത് പലതവണ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഖത്തറിന് നേരെയുണ്ടായ ഇസ്രയേലിന്റെ ആക്രമണത്തോടു കൂടി ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ GCC സമ്മിറ്റിൽ ഉയർന്നു വന്ന ആവശ്യങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നായി അവർ തന്നെ കണക്കാക്കുന്നത് ഇസ്ലാമിക് നാറ്റോ അല്ലെങ്കിൽ അറബ് നാറ്റോ എന്ന് പറയുന്ന ഒരു ആശയത്തിനാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.